ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ നാം സ്വയമായി ആർജിച്ചെടുത്ത ചില മിടുക്കും കഴിവുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിൽ നിന്നും കോളേജുകളിലെ ഉപരിപഠനത്തിൽ നിന്നും നമ്മുടെ തൊഴിലിടങ്ങളിലെ അനുഭവ സമ്പത്ത് കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതായ അറിവുകൾ കൊണ്ടുമൊക്കെ നാം നേടിയെടുത്തതാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ അറിവും ജ്ഞാനവും വിവേകവും ഒക്കെ ഇല്ലാത്തവർക്ക് മുൻഗണനകൾ ലഭിക്കുകയില്ല. മിടുക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും അവൻ ആയിരിക്കുന്ന മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിവുള്ളവനായിരിക്കണം. അതിന് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മെ സഹായിക്കും. ഉപരിപഠനങ്ങളിൽ കൂടി മറ്റുള്ള വ്യത്യസ്തമായ മേഖലകളിൽ കൂടി നമുക്ക് അറിവും ജ്ഞാനവും നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ജ്ഞാനത്തിനും വിവേകത്തിനും വളരെ വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും നാം തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ നേടിയെടുക്കുന്നതുമായ അനുഭവങ്ങളെക്കാൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിനും വിവേകത്തിനും വളരെ വലിയ വിലയും പ്രത്യേകതയും ഉണ്ടെന്ന് ശലോമോൻ പറയുന്നു. നമുക്കറിയാം, ശലോമോൻ ഒരു ബാലനായിരിക്കുമ്പോഴാണ് രാജസിംഹാസനത്തിലേക്ക് ആനയിക്കപ്പെടുന്നത്. തനിക്ക് കൊട്ടാരത്തിൽ നിന്ന് തീർച്ചയായിട്ടും അനേകം ഗുരുക്കന്മാരുടെ പണ്ഡിതന്മാരിൽ നിന്ന് ആരുടെ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ താൻ രാജാവായി തീരുന്നു എന്ന് മനസ്സിലാക്കിയ ആ സന്ദർഭത്തിൽ ദൈവം ശലോമോൻ്റെ അടുക്കൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ശലോമോൻ തൻ്റെ അനുഭവം പറയുന്നുണ്ട്. ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ശലോമോനോട് ചോദിച്ചത്, നിനക്ക് ഞാൻ എന്ത് വരം നൽകണം? നീ അത് ചോദിച്ചുകൊള്ളുക, ഞാനത് നിനക്ക് നൽകാം. എന്നാൽ ശലോമോൻ ആവശ്യപ്പെട്ടത്, ദൈവമേ, ഞാനൊരു ബാലനാണ്, ഞാൻ ഇത്രയും വലിയ രാജ്യത്തെ ഭരിക്കേണ്ടവനാണ്, ഈ ജനങ്ങൾക്ക് നീതിന്യായം ഞാൻ നടത്തി കൊടുക്കേണ്ടവനാണ്. എന്നാൽ എനിക്ക് അതിന് തക്കതായ പ്രാപ്തിയോ കഴിവോ ഇല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് ജ്ഞാനവും വിവേകവും അങ്ങ് നൽകണമേ എന്ന് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ശലോമോൻ്റെ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആവശ്യം അംഗീകരിക്കുകയും താൻ ആവശ്യപ്പെട്ടതുപോലെ ജ്ഞാനവും വിവേകവും നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചോദിക്കാത്ത മറ്റു പലതും, സമ്പത്തും പ്രശസ്തിയും എല്ലാം നൽകി ശലോമോനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ജ്ഞാനവും വിവേകവും അതേറ്റവും ശ്രേഷ്ഠമാണെന്ന് ശലോമോൻ തിരിച്ചറിഞ്ഞു. ശലോമോൻ സഭാപ്രസംഗി എന്ന പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരു കാര്യം പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്നത്, ഇരുമ്പായുധം മൂർച്ചയില്ലാതെ പോയാൽ അത് ഉപയോഗിക്കുന്നതിന് വളരെ ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്യം ശരിക്കും ഒരു തടിവെട്ടുകാരൻ്റെ അനുഭവത്തെക്കുറിച്ച്
ഉദാഹരണ സഹിതം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു തടിവെട്ടുകാരൻ്റെ പ്രധാനപ്പെട്ട ആയുധം അവൻ്റെ മഴുവാണ്. ആ മഴു നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ആ ഇരുമ്പ് വേഗത്തിൽ തുരുമ്പ് പിടിക്കുവാൻ സാധ്യതയുള്ള ഒരു ലോഹമാണ്. സ്ഥിരമായി ജോലിക്ക് പോകുന്ന ഒരു മരംവെട്ടുകാരൻ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് അവൻ്റെ ആ മഴു നല്ലതുപോലെ മൂർച്ച വരുത്തി നല്ല മൂർച്ചയുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് കടന്നു പോകുന്നത്. തലേ ദിവസം വെട്ടിയതിനേക്കാൾ കൂടുതൽ മരങ്ങൾ ഈ ദിവസം വെട്ടണമെന്ന് അവനൊരു ആഗ്രഹം ഉണ്ടാകും. എന്നാൽ മടിയനായ ഒരു മരംവെട്ടുകാരനാണെങ്കിൽ താമസിച്ച് എഴുന്നേറ്റു, പെട്ടെന്ന് റെഡിയായി വീണ്ടും മഴു എടുത്തുകൊണ്ട് പണിസ്ഥലത്തേക്ക് പോയാൽ ആ മഴുവിൻ്റെ മൂർച്ച പോലും അവൻ പരിശോധിക്കുന്നില്ല. തലേ ദിവസം വെട്ടിയ മഴു അതിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ട്. അവൻ മടിയനായതുകൊണ്ട് അത് രാഗി അതിൻ്റെ മൂർച്ച വരുത്തുവാൻ അവൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? അവൻ അന്നത്തെ ദിവസം ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും, ഒത്തിരി ശക്തി പ്രയോഗിക്കേണ്ടി വരും. തലേ ദിവസം 10 മരം വെട്ടിയെങ്കിൽ ഇന്നത്തെ ദിവസം 5 മരം വെട്ടാനേ സാധിക്കുകയുള്ളൂ. കാരണം ആയുധത്തിന് മൂർച്ചയില്ല. ഇത് ഒരു മരം വെട്ടുകാരൻ്റെ അനുഭവം മാത്രമല്ല, ആത്മീയ ജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ വളർച്ചയെക്കുറിച്ചും നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലും കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കാരണം ഇത് ദിവസം കഴിയുന്തോറും കുറഞ്ഞു പോകുവാൻ സാധ്യതയുള്ള ഒന്നാണ്. പല സാഹചര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പലപ്പോഴും വിശ്വാസം കുറഞ്ഞു പോകാം. എന്നാൽ അത് അങ്ങനെ സംഭവിക്കുവാനിടയാകാതെ ഓരോ ദിവസവും വിശ്വാസം നാം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദിവസവും വളർച്ചയുണ്ടാകണം. പലപ്പോഴും കുറേ കാലം കഴിയുമ്പോൾ ആദ്യം ഇറങ്ങിയപ്പോഴുള്ള മൂർച്ചയൊന്നും, ആ ഒരു താല്പര്യവും ആ ഒരു ദൈവത്തോടുള്ള പ്രതിബദ്ധതയൊന്നും പലരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല. എന്താ കാരണം? പഴക്കം കൊണ്ട് മൂർച്ച കുറഞ്ഞുപോയി. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ആത്മീക വർധന പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നലത്തെ അനുഭവമല്ല ഇന്നുണ്ടാകേണ്ടത്. അതിൽ നിന്ന് ഒരു പടി കൂടി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാനും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ അനുഭവങ്ങളൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുവാൻ നാം അനുവദിക്കരുത്. പല പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണം ഇതുതന്നെയാണ്. കാരണം തനിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകൾ അത് ഉപേക്ഷിക്കാതെ അവയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോയി പിന്നെയും ആത്മീയ ജീവിതത്തിൻ്റെ മൂർച്ച കുറഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ മുൻപോട്ട് പോകുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തുമോ എന്നുള്ള കാര്യം സംശയകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മൂർച്ച കുറയാൻ പാടില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മൂർച്ച കുറയാൻ പാടില്ല. അത് ദിനംതോറും നാം പരിശോധിക്കണം. ഒരു നല്ല തടിവെട്ടുകാരൻ അവൻ്റെ ആയുധമെടുത്ത ദിവസവും പരിശോധിച്ച് മൂർച്ച വരുത്തി ഉറപ്പാക്കി പോകുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ശരിക്കും പരിശോധിച്ച് ആ കുറവുകൾ പരിഹരിച്ച് ദിവസവും ഒരു പുതിയ അനുഭവത്തിൽ കൂടി
മുൻപോട്ട് കടന്നു പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതില്ലെങ്കിൽ വിജയിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത്, നാം ആരും പരാജയപ്പെടുവാൻ ഇറങ്ങി പുറപ്പെട്ടവരല്ല. നാം എല്ലാവരും കർത്താവിന് വിളി കേട്ട് ഇറങ്ങിയവരാണ്. അങ്ങനെയെങ്കിൽ വിളിച്ചവനും വിശ്വസ്തനാണ്. ആ കർത്താവിനെ സേവിക്കുവാൻ നാം ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ ആദ്യ നാളുകളിൽ നമുക്കുണ്ടായിരുന്ന അതേ തീഷ്ണതയും അതേ ആത്മാർത്ഥതയും അതേ വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ എന്നും അതുപോലെ ഉണ്ടായിരിക്കണം. അത് എവിടെയെങ്കിലും കുറഞ്ഞു പോയെങ്കിൽ അത് വീണ്ടും പുനഃപരിശോധിച്ച് ആ പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ നാം ഉത്സാഹിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ വീണ്ടും ഒരു നല്ല മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റണമേ. എനിക്ക് നല്ലൊരു ആത്മീയ ജീവിതം നൽകി എന്നെ സഹായിക്കണമേ. എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. അങ്ങനെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമുക്ക് ആ കുറവുകൾ പരിഹരിച്ച് മുൻപോട്ട് പോകുവാനും ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാനും കൃത്യമായി ലക്ഷ്യസ്ഥാനമായ ദൈവരാജ്യത്തിൽ എത്തുവാനും നമുക്ക് ഇടയായിത്തീരും. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനം പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. പരാജയപ്പെടുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല. വിജയിക്കുന്നവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ സ്ഥാനമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്സാഹിക്കാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം കൊണ്ട് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.